എറണാകുളം കിഴക്കമ്പലത്ത് ചതുപ്പിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ജംഗിൾ പാർക്കിന് എതിരെ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാർക്കിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നേരത്തെ നൽകിയിരുന്നു. വിവരങ്ങളുമായി സെയ്ഫുനിസ അവിടെ നിന്ന് ചേരുന്നു. സെയ്ഫുനിസ, വിശദാംശങ്ങൾ എന്താണ്? ഈ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഒരു കാര്യം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരു കുഞ്ഞ് ഇങ്ങനെ ചതുപ്പിൽ വീണ് ജീവൻ നഷ്ടമാകുന്നു. ശരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയുടെ ഇര എന്ന് വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ പറയേണ്ടത്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് ശേഷവും ഇവർക്കിങ്ങനെ പ്രവർത്തിച്ചു പോകാനും ഒരു കുഞ്ഞിനെ കൊലക്ക് കൊടുക്കാനുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരാനുമുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഈ മിനിഞ്ഞാന്നാണ് ഈ 5 വയസ്സുകാരൻ പാർക്കിൽ വിനോദയാത്രയ്ക്ക് വന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കെ അടുത്തുള്ള ചതുപ്പിൽ വീണ് മരിച്ചത്. ഇതിനുശേഷമാണ് ഇന്നലെ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിശോധന ഈ പാർക്കിൽ നടത്തിയതും ഇന്നലെ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പാർക്കിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പഴങ്ങനാട് പ്രവർത്തിക്കുന്ന ജംഗിൾ പാർക്കിന് ആവശ്യമായ രേഖകളില്ലെന്ന് ഇന്നലെ തന്നെ പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയിരുന്നു. പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിലും ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷമാകും മറ്റ് വകുപ്പുകൾ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഇന്നലെയാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകിയത്. കോട്ടയം സ്വദേശിയുടെ മക്കളാണ് ഇവർ. ജോലി ആവശ്യത്തിനായി എറണാകുളത്ത് താമസിക്കുന്ന ആളുകളാണ്. പാലാരിവട്ടത്തുള്ള സ്കൂളിൽ നിന്ന് ബിയോണ്ട് ബോൺ പ്രീ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇങ്ങനെ 25 പേരുടെ ഒരു സംഘമാണ് അവിടെ എത്തിയിരുന്നത്. ഈ സ്ഥിരമായി കുട്ടികൾ വന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന പാർക്കാണ്. പക്ഷെ ഇവിടെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ പാർക്കിന്റെ പ്രവർത്തനം എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പരിശോധന ഇതിന് മുൻപ് നടത്തിയിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ പാർക്കിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സനീഷ്.